ഹലോ, ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ വെക്കേഷൻ പരിപാടികൾ. കണ്ടോ, ഇങ്ങനെ ടി വി കാണുക, ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെ ഒരാളിങ്ങനെ ഇരിക്കും, ഒരാളിങ്ങനെ ഇരിക്കും. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ വെക്കേഷൻ പരിപാടി. അപ്പം നമുക്ക് പ്രത്യേകിച്ചായിട്ടൊന്നും ചെയ്യാനില്ല. നമ്മളെങ്ങും പ്രാവശ്യം എങ്ങും യാത്രയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇതൊക്കെ തന്നെ. ഇനിയിപ്പോൾ ഇവൻ എന്നോട് പറയുന്നു ഇന്ന് ഗാർഡൻ സെറ്റ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ അവൻ്റെ ഗാർഡൻ ആദ്യം തന്നെ കാണിക്കാം. ഇതാണ് നമ്മുടെ ഹരിനാരായണൻ്റെ ഗാർഡൻ കേട്ടോ. ഇതിനകത്ത് ചെടികളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം നിറച്ച് പോച്ചയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മേ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാമെന്ന്. ചെറിയൊരു ഇതായിട്ട് ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്കിവിടെ ഗാർഡനൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇവിടെ സൈഡുകൾ നമുക്ക് കെട്ടണം കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളോട് പറയാമെന്നാണ് പറയുന്നത്. നമുക്ക് വാസ്തുമതിൽ കെട്ടേണ്ടത് കൊണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് നമുക്ക് ഒരു ഗാർഡൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഹരിനാരായണ ചെടികളൊക്കെ വലിയ ഇഷ്ടം, ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുന്നതൊക്കെ. അതുകൊണ്ടാണ് നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അവൻ്റെ ഗാർഡൻ. അപ്പം നമുക്കത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. ഇറങ്ങുമ്പം മാത്രം ഇറങ്ങാൻ നോക്കി നിൽക്കുവാണ് സ്നോബല്. ഞാൻ ഇറങ്ങാതെ അവൾ മുറ്റത്തിറങ്ങുന്നത്. ഞാൻ ഈ സിറ്റ് ഔട്ടിലോട്ട് വരുമ്പോഴാണ് അവൾ മുറ്റത്തോട്ട് ഇറങ്ങുന്നത്. ഇപ്പം കണ്ടോണേ സ്നോബലെ, ഞാൻ പോവാ. സ്നോബൽ ഡി, ഞാൻ കയറി പോവാന്ന്. നിന്നെ കണ്ട് പട്ടി പിടിച്ചോണ്ട് പോകും. ഇപ്പം കണ്ടോ, ഇപ്പം അവൾ എൻ്റെ പുറകിന് വരും. നീ എന്നെ നാണം കിടത്തല്ലേ, നീ ഓടി വാ ഇവിടെ. രാവിലെ നമ്മളുടെ അരി ഇവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. വേണ്ടേ, നമ്മളുടെ മാവ് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് 2-3 ദിവസമായ മാവാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതങ്ങ് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് ഞങ്ങൾ ദോശ ചൂടാകും. ഉണ്ണിമോളെ ഏൽപ്പിച്ചേക്കുവാണ് ദോശ ഇടാൻ. ഇതുവരെയും ദോശയൊന്നും ആയിട്ടില്ല. എനിക്ക് ഈ വർഷം 2 പഴുത്ത മാങ്ങ കേട്ടോ, നാട്ടുമാങ്ങ കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ കേട്ടോ. ഇത് ഞാൻ 50 രൂപയ്ക്ക് മേടിച്ചാണ്. ഈ കരിഞ്ചാളമത്തി. ഇതപ്പം നമുക്ക് മാങ്ങ ഇട്ടൊക്കെ പിന്നെ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ചെങ്കലവ ഇവിടെ വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവർക്ക് വറക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഇത് ഞാനൊന്ന് വൃത്തിയാക്കട്ടെ. നമ്മളുടെ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ അപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കരിഞ്ചാള കിളിച്ചുണ്ടമാങ്ങ ഇട്ട് തോരൻ വെച്ച്, ഇത് നമ്മുടെ കിളിമീൻ വറുത്തതാണ്. പിന്നെ ഞാൻ പറഞ്ഞ 2 മാമ്പഴം നമുക്ക് കിട്ടിയിരുന്നു. അത് നമ്മൾ മാമ്പഴ പുളിശ്ശേരി വെച്ച് കേട്ടോ. അപ്പം നമുക്ക് 2 ഉള്ളൂ. ഇത് 2 മാങ്ങയ്ക്ക് ഇവിടെ അടിയാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചക്കത്തെ ഇന്നത്തെ വിഭവങ്ങൾ. അപ്പം ഞാനിതൊക്കെ കഴിച്ചിട്ട് വരാമേ. നമ്മൾ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങൾ തോട്ടിൽ പോവുകയാണ്. അപ്പം ഞാൻ ഹരിനാരായണനും നമ്മുടെ സ്നോബലും കൂടെ ഇപ്പം തോട്ടിൽ പോകുന്നത്. ഇതിന് മുമ്പേ ഒരു 10 മിനിറ്റ് മുമ്പേ നമ്മുടെ ഉണ്ണിമോളും എൻ്റെ കൂട്ടുകാരി ഐശ്വര്യയും കുഞ്ഞും കൂടെ തോട്ടിലോട്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനിയും പുറകെ പോവുക കേട്ടോ. നമ്മുടെ സ്നോബലിനെയും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് തോട്ടിലേക്ക് പോകാൻ. അവളിനെ തൊടലൊക്കെ ഇട്ട് നോക്കാം. അവൾ ഇതുവരെയും തോട് കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ള വെള്ളത്തിലൊന്നും അവളെ നമ്മൾ ഇറക്കിയിട്ടില്ല. ഇവൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇവൾ ഇറങ്ങാൻ പോകുന്നത്. നമുക്കവിടെ റിയാക്ഷനൊക്കെ എന്തുവാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് ഇവളെയും കൊണ്ടൊന്ന് പോയിട്ട് വരാം. അപ്പം നമ്മൾ നമ്മുടെ സ്നോവലിനെയൊക്കെ എടുത്തോണ്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അവൾ വലിയ സന്തോഷത്തോടൊക്കെ വരുന്നുണ്ടേ. പുള്ളിക്കാരി റിയാക്ഷനൊക്കെ എന്തുവാ ദൈവത്തിലറിയാം. സ്നോവലെ, നമുക്ക് തോട്ടിൽ പോവാം. നമുക്ക് ടാറ്റാ പോവാം. അതാണ്ട് നമ്മളുടെ മുല്ലയൊക്കെ പൂത്തിട്ടുണ്ട് കണ്ടോ. ഇതിങ്ങനത്തെ ഒരു തട്ടുള്ള മുല്ലയാണ്. ഇത് നേരത്തെ നല്ല പടന്ന് നിറച്ച് പൂവുണ്ടായിരുന്നു. നമ്മളിത് വെട്ടിക്കളഞ്ഞതാണ്. അപ്പം പൂവ് ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ എല്ലായിടം തീരാറായപ്പോൾ ഇവിടെ പൂവ് ഉണ്ടായി വരുന്നതേ ഉള്ളൂ. നമുക്കിനി തോട്ടിലോട്ട് പോകാമേ. നമ്മളുടെ തോട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഇത്. ഹരിനാരായണൻ നമ്മുടെ സ്നോബലിനെയും കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇസക്കുട്ടനും ഉണ്ണിമോളും കൂടെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഓ, കാറ്റിയമ്മ വന്നു. ഇസക്കെട്ടനും ഉണ്ണിമോളും വന്ന് നേരത്തെ സ്ഥലം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഹായ് കൊടുത്തേ, ഒരു ഹായ് കൊടുത്തേ. ഇസക്കെട്ട ഒരു ഹായ് കൊടുത്തേ. ഒരു ഉമ്മ കൊടുത്തേ. ആ
ഉമ്മ നമ്മുടെ സ്നോബലിനെ വെള്ളത്തിലിറക്കാൻ പോവാന്ന്. ഇറക്കടാ. നമ്മുടെ സ്നോബലിന് വെള്ളം കണ്ടപ്പോൾ പേടിയാന്ന്. ഇതാ വെള്ളത്തിൽ നിർത്തിയടാ അവളെ. അവൾക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ വെള്ളത്തിൽ ഇറങ്ങാൻ. വെള്ളം കണ്ടപ്പോൾ അവൾ തിരിച്ച് കയറി പോവാന്ന് പോന്നു. എടാ നീ അവളെ ഒറ്റയ്ക്ക് ഇറക്കടാ. നമ്മുടെ സ്നോബലിന്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടോ. സ്നോബൽ, അമ്മയുടെ സ്നോബലേ. എടാ എടാ ഇങ്ങോട്ട് കാണിച്ചേടാ. നമ്മുടെ സ്നോബിനെ നീന്തുമൊക്കെ ചെയ്യുന്നേ. ഇല്ല തൊടലില്ലയോ? അവള് പോകത്തില്ല. അവൾ പോകത്തില്ലടാ. ഇല്ല നീ ഒന്ന് നിർത്തിയേ. നമ്മുടെ നമ്മുടെ സ്റ്റോവില് നീന്തുന്നു. നമ്മുടെ ഇസ പറയുന്നു ഒന്നൂടെ 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 നിസ പറയുന്നു. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചെറിയ ഒരു കുരുപ്പിൻ്റെ ഇത് കളിയുണ്ടോ വെള്ളത്തിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക്. ഇസക്കുട്ട ഇസക്കുട്ട ഇങ്ങോട്ട് നോക്കിയ മോനെ. ഇസക്കുട്ട ഇങ്ങോട്ട് നോക്ക്. നമ്മുടെ സ്നോബലിനെ എല്ലാം കയറ്റി ഇപ്പം നമ്മുടെ ഈസയും ഹരിനാരായണനും ഉണ്ണിമോളൂടാണ് വെള്ളത്തിൽ കിടക്കുന്നത്. ഇനി ഇന്ന് എപ്പോൾ പോകാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇന്ന് പോവണ്ടേ നമുക്ക്? ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷം ഇങ്ങനെ തോട്ടി കുളിക്കുന്നതൊക്കെ. ഈ വയലിന് അക്കരയ്ക്ക് നമുക്കൊരു അമ്പലമുണ്ട്, തൃക്കണ്ണാപുരം മഹാദേവ ക്ഷേത്രം കേട്ടോ. 10-ാം ഉദയത്തിനാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. ഇപ്പോൾ അവിടുത്തെ ഉത്സവത്തിൻ്റെ തുടങ്ങിയേക്കും കേട്ടോ. ഇപ്പോൾ റെക്കോർഡ് വെച്ചേക്കുവാണ്. നമുക്കിവിടെ അടുത്ത് നിന്ന് അങ്ങേക്കര അമ്പലമാണ്. ഇവിടെ നല്ല കട്ടുകാഴ്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വലിയ കട്ടുകാഴ്ചയല്ല, ചെറിയ രീതിയിലൊക്കെ ചെറിയൊരു അമ്പലമാണ്. ഇവിടെ എല്ലാവരും കുളിക്കും. ഇന്ന് കയറുന്ന ലക്ഷണമൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ സ്നോബലിന് അവിടുന്ന് തോട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് അവൾക്ക് പ്രാന്തായെന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര കുരുത്തക്കേടും കളിയും ഒക്കെ. അങ്ങനെ ഇസക്കെട്ടിനെ കണ്ടോ? ഇസക്കെട്ട കുളിച്ച് മുടിയൊക്കെ തോർത്തൊക്കെ കെട്ടി ഇങ്ങനെ ഇരിക്കുക. അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.